ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഉപയോഗിക്കാതെ വെറുതെ വെച്ചിട്ടുള്ള ഒരു മാക്സി കൊണ്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ്. ഈ ഒരു മാക്സി എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഒരു ഫ്രണ്ട് ഓപ്പൺ മാക്സി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നീട് ഞാൻ കരുതി ഇത് നല്ലൊരു ടോപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാമല്ലോ എന്ന്. പക്ഷേ ടോപ്പാക്കി സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള പാൻറ്റും ഷോളും ഒക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ കരുതി അതിനേക്കാളും നല്ലത് മോൾക്ക് നല്ലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഇത് ഞാൻ ഫ്രോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. 3 ലെയർ ആയിട്ട് നിൽക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി യോക്ക് പാർട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷോൾഡറും ആം ഹോളും 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം 1/4 ഇഞ്ച് ഇറക്കിയിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മടക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ 2 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്ക് ഫുള്ളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് നെക്കിൽ ചെറിയൊരു ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് 3 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം തുണി തന്നെയാണ് കേട്ടോ ഞാൻ ലൈനിങ്ങിനും എടുക്കുന്നത്. ഇത് നൈറ്റി കട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തുണിയുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ഒരു തുണിയിൽ നിന്ന് ഞാനിതാ ഒരു 11 ഇഞ്ച് നീളത്തിൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീതി എടുത്തിട്ട് ഞാനിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 11 ഇഞ്ചാണ് കേട്ടോ ഇറക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി തുണിയിൽ നിന്നാണ് കേട്ടോ ഞാൻ യോക്ക് പാർട്ടിലേക്കുള്ള ലൈനിങ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കാനുള്ളത്. പിന്നെ ഇതുപോലെ 4 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്. യോക്ക് പാർട്ട് ഇതുപോലെ 2 പീസും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ചെറുതായിട്ട് ഇങ്ങനെ കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ സാധാരണ എല്ലാ ഫ്രോക്കിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി അതേപോലെ തന്നെ ബാക്കിലെ യോക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ ഹുക്ക് വെക്കാനുള്ള ആ ഒരു 3 ഇഞ്ച് ഇറക്കിയിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ആ ഹുക്ക് വെക്കാനുള്ള ആ ഒരു ഭാഗം എന്തെങ്കിലും കൂർപ്പുള്ള സാധനം വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ 2 പീസുകളും ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മറിച്ച് പിടിച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ താഴേക്ക് വെക്കാനുള്ള 15 ഇഞ്ച് ഇറക്കത്തിലെടുത്തിട്ടുള്ള ആ ഒരു പീസ് തുണി ഒന്ന് ഫ്രില്ലിട്ടെടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനുള്ളത് ഇതുപോലെ വലിയ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ത്രെഡ് വലിച്ച് കൊടുത്തിട്ടുള്ള ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫ്രില്ലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ ത്രെഡ് വലിച്ചിട്ടുള്ള ആ ഒരു ഫ്രില്ലാണ് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ 2 പീസും ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കാനുള്ള ഈ നീളത്തിലുള്ള പീസും അതുപോലെ തന്നെ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഇത് യോക്ക് പാർട്ടിലേക്ക് ഈ ഒരു പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നീളത്തിലുള്ള പീസ് ഫ്രില്ലിട്ട് കൊടുക്കണം. അതും ഞാൻ അതുപോലെ തന്നെ ത്രെഡ് വലിച്ചിട്ടാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ ഈ ത്രെഡ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡിലും ഓരോ വള്ളി വെച്ച് കൊടുത്തിട്ട് സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടിഭാഗത്ത് ഫ്രില്ലിട്ട പോലെ തന്നെ സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ അലമാരയിലും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.